മന്ത്രിസ്ഥാനത്തിന് തൊഴിലുറപ്പ് ജോലിയുടെ ഉറപ്പ് പോലും ഇല്ലെന്ന് പറഞ്ഞ വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുകയാണ്. മന്ത്രി മാറ്റുമെന്ന തീരുമാനം ദേശീയ നേതൃത്വം തീരുമാനിച്ച് ഉറപ്പിക്കുമ്പോൾ വിമതരായി നിൽക്കുന്ന എ.കെ. ശശീന്ദ്രൻ പക്ഷത്തിന്റെ തീരുമാനം എന്താണ്? മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രി പിന്തുണ നൽകില്ല എന്ന വിശ്വാസമാണ് എ.കെ. ശശീന്ദ്രന് ഇപ്പോഴുമുള്ളത്. എൻ.സി.പിയുടെ ആഭ്യന്തര കാര്യമാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിഞ്ഞാൽ പി.സി. ചാക്കോയുടെ അധ്യക്ഷ സ്ഥാനം തെറിപ്പിക്കാനാണ് എ.കെ. ശശീന്ദ്രന്റെ നീക്കം. മന്ത്രിസ്ഥാനം ഒഴിഞ്ഞാൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം വേണമെന്ന നിലപാടിൽ ശശീന്ദ്രൻ മാറ്റം വരുത്തിയിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് മാത്രമായി പി.സി. ചാക്കോ തുടരും. എൻ.സി.പിയിൽ ഉണ്ടാകുന്ന ഈ കോളിളക്കം ഭിന്നിപ്പിലേക്കും പിന്നീട് ഒരു മുന്നണി മാറ്റത്തിലേക്ക് നീങ്ങുമെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. പി.സി. ചാക്കോയും തോമസ് കെ തോമസും മുന്നണി മാറുന്നു എന്ന അഭ്യൂഹമാണ് ഇപ്പോൾ പരക്കെ ഉയരുന്നത്. അതേസമയം പി.സി. ചാക്കോയും തോമസ് കെ തോമസും മുന്നണി വിടുമെന്നത് എ.കെ. ശശീന്ദ്രൻ വിഭാഗത്തിന്റെ പ്രചാരണം മാത്രമാണ് എന്നാണ് പറയപ്പെടുന്നതും. തുടർച്ചയായി മന്ത്രിസ്ഥാനം വഹിക്കുന്ന എ.കെ. ശശീന്ദ്രൻ പദവി മാറണമെന്ന് മാത്രമാണ് ചാക്കോ പക്ഷത്തിന്റെ ആവശ്യം. പിളർപ്പ് അവർ ആഗ്രഹിക്കുന്നുമില്ല. മുതിർന്ന നേതാവ് പി.കെ. രാജൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗമാണ് ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്നത്. 4 ജില്ലാ പ്രസിഡന്റുമാരുടെ പിന്തുണ ഇവർക്കുണ്ട്. എന്നാൽ 7 ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണയാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇവരെ കൂട്ടി മന്ത്രിയെ മാറ്റേണ്ടതില്ല എന്ന തീരുമാനം മുഖ്യമന്ത്രിയെയും ഇടതുമുന്നണിയെയും അറിയിക്കാനാണ് ശശീന്ദ്രന്റെ നീക്കം. മുഖ്യമന്ത്രി അതിന് സമ്മതം മൂളിയാൽ പി.സി. ചാക്കോയും തോമസ് കെ തോമസും കൂട്ടരും മുന്നണി വിടുമെന്നാണ് ശശീന്ദ്രന്റെ പ്രതീക്ഷ. ഈ സാഹചര്യത്തിൽ നേതാക്കളെല്ലാവരും ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി എ.കെ. ശശീന്ദ്രൻ സംസ്ഥാന ഭാരവാഹികളെ അടക്കം ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് മറ്റ് റിപ്പോർട്ടുകൾ. 7 DCCകളും സംസ്ഥാന ഭാരവാഹികളിൽ ബഹുഭൂരിപക്ഷവും ചാക്കോ പക്ഷത്തിന് ഉറപ്പു നൽകുകയാണ്. തൃശൂരിൽ നിന്നും കോഴിക്കോട്ടിൽ നിന്നുമുള്ള നേതാക്കളാണ് ശശീന്ദ്രനൊപ്പമുള്ളത്. ദേശീയ നേതൃത്വം പൂർണ്ണമായും ചാക്കോയെയാണ് പിന്തുണയ്ക്കുന്നത്. അതിനാൽ തന്നെ ശശീന്ദ്രന്റെ നീക്കം വിജയം കാണുക പ്രയാസമാണ്. 10 പാർട്ടി ജില്ലാ അധ്യക്ഷന്മാർ തോമസ് കെ തോമസിന് പിന്തുണയുമായി രംഗത്തുണ്ട്. ശശീന്ദ്രൻ കഴിഞ്ഞ 8.5 വർഷമായി മന്ത്രിസ്ഥാനത്ത് തുടരുന്നതുകൊണ്ട് ഇനി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന അഭിപ്രായത്തോട് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനും അനുകൂല നിലപാട് തന്നെയാണ് ഉണ്ടായത്. മന്ത്രിമാറ്റക്കാര്യം മുഖ്യമന്ത്രി അറിയിക്കണമെന്ന് ശരത് പവാർ സംസ്ഥാന നേതാക്കളെ അറിയിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയെ മാറ്റാനുള്ള തീരുമാനം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അറിയിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷനായ പി.സി. ചാക്കോ പറഞ്ഞത്. മാത്രമല്ല, അൻവർ വിവാദത്തിൽ സർക്കാരും മുന്നണിയും പ്രതിസന്ധിയിൽ നേരിടുന്നതിനിടെ ഘടകകക്ഷികൾക്കിടയിൽ പിളർപ്പ് ഉണ്ടാകുന്നത് ഭരണമുന്നണികൾക്കെതിരായ ജനവികാരം സൃഷ്ടിക്കുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ ശശീന്ദ്രനോട് മാറാൻ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനിടെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ശശീന്ദ്രൻ പാർട്ടി പിളർത്താൻ ശ്രമിക്കുകയാണെന്ന പൊതുവികാരവും എൻ.സി.പിയിൽ ഉടലെടുത്തിട്ടുണ്ട്. ഇത് തോമസ് കെ തോമസിന് ഗുണം ചെയ്യും. ഫലത്തിൽ അടുത്തയാഴ്ച തോമസ് കെ തോമസ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനാണ് സാധ്യത തെളിയുന്നത്. എൻ.സി.പി നേതൃത്വത്തിനൊപ്പം 3-ാം തീയതി മുഖ്യമന്ത്രിയെ കാണും. ഇത് ഇടതുപക്ഷത്തിന് ഉലച്ചിലുണ്ടാക്കുന്ന തീരുമാനം തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നും എൻ.സി.പിക്ക് ഒരു മന്ത്രി ഉണ്ടാകണമെന്ന് പ്രവർത്തകനെന്ന നിലയിൽ ആഗ്രഹമുണ്ട് എന്നും ശശീന്ദ്രൻ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. 2ാം പിണറായി സർക്കാരിൽ 2.5 വർഷം പൂർത്തിയാക്കുന്ന ശശീന്ദ്രൻ ഒഴിയണമെന്നാണ് തോമസ് കെ തോമസ് ആദ്യം മുതലേ ആവശ്യപ്പെടുന്നത്. നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിലും പാർട്ടി പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ശശീന്ദ്രനെ അനുകൂലിച്ചിരുന്ന പി.സി. ചാക്കോ തോമസിനൊപ്പമായതോടെയാണ് മന്ത്രിമാറ്റ ചർച്ചകൾ വീണ്ടും തലപൊക്കിയത്. കുട്ടനാട് MLA തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നാണ് ഇപ്പോൾ എൻ.സി.പിയുടെ ഔദ്യോഗികമായ തീരുമാനമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രഖ്യാപിച്ചതോടുകൂടിയാണ് പാർട്ടി പിളർപ്പിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തകൾ വരുന്നത്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും മുന്നണി മര്യാദ പാലിക്കാൻ മുഖ്യമന്ത്രിക്ക് ഇത് അനുസരിക്കേണ്ടി വരും. അതിനാൽ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായി തന്നെ പിളർപ്പിനാണ് ശശീന്ദ്രൻ വിഭാഗത്തിന്റെ നീക്കമെന്ന സൂചനയുമുണ്ട്. എൻ.സി.പി ആലപ്പുഴ ജില്ലാ നേതൃത്വവുമായി തോമസ് കെ തോമസ് നേരത്തെ അകൽച്ചയിലായിരുന്നു. സംസ്ഥാന അധ്യക്ഷനായ പി.സി. ചാക്കോയുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തതോടെ ജില്ലാ നേതൃത്വവുമായും അടുക്കുകയായിരുന്നു. അടുത്തിടെ എ.കെ. ശശീന്ദ്രനുമായി അകന്ന പി.സി. ചാക്കോയുടെ മുൻകൈയിലാണ് ഇപ്പോൾ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഈ മാസം 30-നകം മന്ത്രിസ്ഥാനം സംബന്ധിച്ച് തീർപ്പുണ്ടാക്കണമെന്ന നിലപാടിലായിരുന്നു തോമസ് കെ തോമസ് വിഭാഗം. മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ സംസ്ഥാന അധ്യക്ഷ പദവി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ശശീന്ദ്രൻ നിയമസഭാംഗത്വം രാജിവെക്കുമെന്ന് ഭീഷണി മുഴക്കുന്നതെന്ന അനുമാനത്തിലായിരുന്നു പി.സി. ചാക്കോ. മാത്രമല്ല, മന്ത്രിസ്ഥാന മാറ്റത്തെപ്പറ്റി അരങ്ങേറിയ ചർച്ചയ്ക്ക് ശേഷം ഇതുവരെ എ.കെ. ശശീന്ദ്രൻ പക്ഷം നിലപാട് വ്യക്തമാക്കുന്നില്ല എന്നത് ചില സൂചനകൾ വിളിച്ചോതുന്നുമുണ്ട്.